ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉത്സവത്തിൻ്റെ 5-ാം ദിവസമാണ്. ഈ കാണുന്ന ആനയെ ദേവിയുടെ തിടമ്പേറ്റാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. എല്ലാ വർഷവും വീട്ടിലാണ് കേട്ടോ ആനയെ കൊണ്ടുവന്ന് കെട്ടുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ. പിന്നെ നമ്മുടെ തേജൂട്ടിനെ കൊണ്ടുവന്ന് ആനയെ കാണിച്ച ശേഷം ആനയ്ക്ക് പഴമൊക്കെ കൊടുപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിൽ അന്ന് രാവിലെ പൊങ്കാല ഉണ്ടായിരുന്നു കേട്ടോ. പൊങ്കാല ഇടാൻ ഒരുപാട് ഭക്തജനങ്ങൾ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞ ശേഷം മറ്റു പൂജകളൊക്കെ തുടങ്ങി. അതൊക്കെ കണ്ട് തൊഴുത് അന്നദാനവും കഴിച്ച് വീട്ടിലേക്ക് വന്ന് അന്ന് വൈകിട്ടത്തെ പ്രധാന ചടങ്ങ് പറക്കെഴുന്നള്ളത്തായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് 6 മണിയോടെ പറക്കെഴുന്നള്ളത്ത് പുറപ്പെട്ടു. ഞങ്ങളുടെ വീടിൻ്റെ അതിൽ കൂടിയാണ് കേട്ടോ പറ കടന്നു പോകുന്നത്. ആൻറ്റിയും മാമിയും ഒക്കെ പറയിട്ടിട്ടുണ്ടായിരുന്നു. എഴുന്നള്ളത്തിനോടൊപ്പം ചെണ്ടമേളവും തെയ്യവും ഒക്കെ ഉണ്ടായിരുന്നു. തേജൂട്ടനാണെങ്കിൽ ഇതെല്ലാം നോക്കിയിരിക്കുമായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ പറയെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. വൈകിട്ട് ക്ഷേത്രത്തിൽ കലാക്ഷേത്രയുടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ പറക്കെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് വന്നു ചേർന്നു. പിന്നെ ദേവിക്ക് പുഷ്പാലങ്കാരവും യക്ഷിയമ്മയ്ക്ക് പൂപ്പടയൊക്കെ കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ സമാപനമായ കൊടിയിറക്കം. അങ്ങനെ കൊടിയിറക്കി ഈ വർഷത്തെ ഉത്സവം സമാപിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബായ്.